ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഗൈസ് നമ്മൾ ലേറ്റായിട്ടോ നമ്മൾ ഈദിൻ്റെ ഡേൻ്റെ അന്നത്തെ വിശേഷങ്ങളൊക്കെ സെൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. അതിനു ബേബീനെയും കൊണ്ട് നോമ്പിൻ്റെ 2 ദിവസം മുമ്പാട്ടോ അഡ്മിറ്റ് ആയത്. പെട്ടെന്ന് ഒരു ശ്വാസം മുട്ടലൊക്കെ വന്ന് നമ്മൾ അഡ്മിറ്റായി. അപ്പോൾ ഇതാ ഇപ്പോൾ ആൾക്കൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ പെരുന്നാളിൻ്റെ തലേ ദിവസമാട്ടോ അവിടെ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലേക്ക് വന്നത്. ഡിസ്ചാർജ് എന്ന് വെച്ചാൽ ഇഞ്ചക്ഷൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. നമ്മോട് ചെന്നിട്ട് ഇഞ്ചക്ഷൻ വെക്കാൻ പറഞ്ഞു. കാരണം അന്നു ബേബി എൻ്റെ വീട്ടിലായിരുന്നു, അസിമോളും എൻ്റെ വീട്ടിലായിരുന്നു. അപ്പം അവരെ വീട്ടിലും നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ആയിട്ട് ഒരു പോസിബിൾ അല്ലാന്ന് തോന്നിട്ടോ. അപ്പോൾ നമ്മൾ ഡോക്ടറോട് ചോദിച്ചപ്പം ആൾ ഓക്കെ ആയിരുന്നു കേട്ടോ. അതിനു ബേബിക്ക് കുറേ ഭേദമൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ ഡോക്ടറും സമ്മതിച്ചിട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നിട്ട് പിന്നെ ഇഞ്ചക്ഷൻ എടുക്കാൻ പോവാന്നുള്ള തീരുമാനത്തിലെത്തി. അപ്പോൾ ഇതാ നമ്മൾ പെരുന്നാളിൻ്റെ തലേ ദിവസം മാസം കാണുന്നുള്ള ഉറപ്പൊന്നും ഇല്ലായിരുന്നല്ലോ. പെട്ടെന്നാണല്ലോ മാസമൊക്കെ കണ്ടതല്ലേ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്കാട്ടോ പോയത് നേരെ. കാരണം എൻ്റെ ഉമ്മയായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ പിന്നെ അന്നു ബേബി അസിമോളൊക്കെ ഇവിടെ അല്ല. അപ്പോൾ അവളെയും കൂട്ടും വേണമല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് പിന്നെ ഇവിടുന്ന് നോമ്പ് തുറന്നതിന് ശേഷം അങ്ങോട്ട് പോകാൻ വിചാരിച്ചിട്ടു. കാരണം ഒരു 5:30 സമയമൊക്കെ ആയിട്ടുണ്ട്. അന്നത്തെ വൈകുന്നേരത്തെ ഇഞ്ചക്ഷനും കംപ്ലീറ്റ് ആയതിന് ശേഷമാണ് നമ്മൾ വീട്ടിലേക്ക് വിട്ടത്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ഒരു 5:30 ആയിട്ട് വീട്ടിലെത്തിയപ്പം പിന്നെ നമ്മൾ അന്ന് നോമ്പുറക്കാനുള്ളതൊക്കെ എൻ്റെ തറവാട്ടിൽ അവർ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് സംഭവങ്ങളൊക്കെ വരുമ്പോൾ തന്നെ വാങ്ങിച്ചിട്ടാണ് വന്നത്. പിന്നെ കാരണം നമ്മൾ വന്നിട്ട് ഉണ്ടാക്കാനുള്ള ടൈമൊന്നും ഇല്ലേനല്ലോ. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് പിന്നെ അതൊക്കെ സെറ്റ് ചെയ്ത് നോമ്പ് തുറന്ന പാടന്നെ ബാങ്ക് വിളിച്ച കുറച്ച് സമയം കഴിഞ്ഞ സമയത്ത് തന്നെ മാസം കണ്ടു, നാളെ പെരുന്നാളാണെന്നുള്ളത് കൺഫേം ആയല്ലോ അല്ലേ. അപ്പോൾ പിന്നെ കുഞ്ഞുട്ടിയൊക്കെ വിളിച്ചിട്ട് പെട്ടെന്ന് പോവാൻ അവിടെ ഉമ്മ ഉപ്പ ഒറ്റയ്ക്കല്ലേ പെട്ടെന്ന് പോയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പോൾ നമ്മൾ അതിന് ബേബിക്ക് ആവി പിടിക്കാൻ ഭയങ്കര കരച്ചിലാട്ടോ. അതിന് ഏതായാലും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ സമയത്ത് തന്നെ വീട്ടിൽ പോയി. അപ്പോൾ ഏകദേശം ഒരു 8:30-9 മണിയൊക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലെത്തിയപ്പോൾ, കുഞ്ഞുട്ടിയാക്കൻ്റെ വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ ഇത്തവണത്തെ പെരുന്നാളിന് ഫസ്റ്റ് ടൈമാണ് കുഞ്ഞുട്ടിയാക്കൊക്കെ ഷോപ്പിൽ ആളില്ലാത്തതുകൊണ്ട് തന്നെ വരാൻ പറ്റിയില്ല കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈമാണ്. കഴിഞ്ഞ തവണ നമ്മൾ ഈ സമയത്തൊക്കെ ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ. ചെറിയ പെരുന്നാളൊക്കെ ഹോസ്പിറ്റലിലായിരുന്നു. ആ സമയത്ത് നമ്മളെ കൂടെ മോനുണ്ടായിരുന്നു. പക്ഷെ അന്ന് നമുക്ക് ഹോസ്പിറ്റൽ കേസൊക്കെ ആയതുകൊണ്ട് ഇത് ആഘോഷിക്കാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ തവണയാണ് നമ്മളെ ബേബീസിന് നല്ലൊരു ഈദൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയത്. അപ്പം അവർക്കും ശ്വാസം മുട്ടലൊക്കെ വന്നപ്പോൾ ഞാനൊന്ന് സങ്കടമൊക്കെ പെട്ടിരുന്നു കേട്ടോ. ഈ തവണത്തെ ഈദും അങ്ങനെയൊക്കെ ആവുമോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ മൈലാഞ്ചിയൊക്കെ ഇട്ടെടുത്തു. 3 പേർക്കും മൈലാഞ്ചിയൊക്കെ ഇട്ടെടുത്തിട്ടോ. അജിമോൾ ഉറങ്ങിയിട്ടാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഉമ്മക്ക് ഇട്ടെടുത്തു, ഞാനും ചെറുതായിട്ടൊക്കെ ഇട്ടിട്ടോ. പിന്നെ 4 മണിക്ക് എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കിയിട്ടോ. അപ്പോൾ പത്തിരിയായിരുന്നു ഞാൻ റെഡിയാക്കിയത് കേട്ടോ. പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആണെങ്കിൽ അതിൻ്റെ ബേബിക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ പോകും വേണമല്ലോ. അപ്പോൾ ഞാൻ അതൊക്കെ റെഡിയാക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ. പിന്നെ അതാ ചായയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ചിക്കൻ മാഗ്നേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡ് നമ്മൾ നേരത്തെ കഴിക്കല്ലോ ഇതിൻ്റെ അന്നല്ലേ. അപ്പോൾ അന്ന് ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഞാൻ പുറത്തുനിന്ന് വരുത്തിക്കാട്ടോ ചെയ്തത്. ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. മന്തി ഓർഡർ ചെയ്തൊക്കെയാണ് ചെയ്തത്. അപ്പോൾ ഇതാ നമ്മൾ ഇപ്പോൾ പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ MKH ഹോസ്പിറ്റലിലായിരുന്നു. അത് നമ്മൾ അടുത്തുള്ള മൂന്നൂർ നഴ്സിംഗ് ഹോം ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കാമെന്നൊക്കെ ആയിട്ട് വിചാരിക്കുന്നത്. അപ്പോൾ നേരത്തെ തന്നെ പോകുന്നത് ഇപ്പോൾക്ക് 8 മണിയാകുമ്പോൾ തന്നെ പെരുന്നാൾ നിസ്കാരം തുടങ്ങുമല്ലോ. അപ്പോൾ അതിന് മുമ്പ് തന്നെ എത്തും വേണം. അപ്പോൾ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ബേബിക്ക് കയ്യിൽ ഇഞ്ചക്ഷൻ്റെ ക്യാനുലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ആളതിങ്ങനെ നമ്മൾ ഒന്ന് കണ്ണ് തെറ്റുമ്പോൾ കഴിയുമ്പോൾ പണിയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ ഞാനിന്ന് സേമിയ പായസമായിട്ടോ റെഡിയാക്കിയത് നമ്മളെ വീട്ടിൽ വരുന്ന ഗസ്റ്റിയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് എപ്പോഴും പുഡിങ്ങോ അല്ലെങ്കിൽ കസ്റ്റാർഡ് അങ്ങനെ ഡിസേർട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനാണ് താല്പര്യം. പക്ഷേ ഇത്തവണ ഞാൻ പായസത്തിൽ തന്നെ ഒതുക്കിയിട്ടോ. കാരണം നമ്മളെ സാഹചര്യം ഒന്നിനും അനുകൂലമല്ലായിരുന്നു കേട്ടോ. പിന്നെ പത്തിരിയിലേക്ക് ഗ്രീൻ പീസ് കറിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ സിമോക്ക് വേണ്ടിയിട്ട് പൊറോട്ട ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഉപ്പ. അപ്പോൾ പെരുന്നാളിന് ഇതാ ഉപ്പ റെഡിയായിട്ട് മാഷാല്ലാ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ടൊക്കെ വീഡിയോ എടുത്തതായിരുന്നു കേട്ടോ.
പിന്നെ ഇതാ ഇപ്പോൾ പള്ളിയിലൊക്കെ പോയി വന്നു. പിന്നെ നമ്മളെ വീട്ടിൽ ആദ്യം തന്നെ എല്ലാവരും ഇങ്ങോട്ടായിട്ട് വരിക. കാരണം പള്ളി ഇവിടെ അടുത്തായതുകൊണ്ട് പള്ളി കഴിഞ്ഞിട്ട് ഉമ്മാൻ്റെ വീട്ടിലത്തെ അമ്മമാരും മക്കളെയും അവരൊക്കെ ഇങ്ങോട്ടായിട്ട് വരും. അപ്പോൾ എല്ലാവരും വന്ന് കുറേയൊക്കെ പോയിട്ടോ. അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ബേബീസ് ഇവിടെ ഭയങ്കര കളിയിലാട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ അവർക്ക് ഇട്ട് കൊടുത്തിരുന്നത് ഈ വൈറ്റ് ഫ്രോക്കായിരുന്നു കേട്ടോ. അതിന് ബേബി ഒപ്പേക്കും ഫുഡൊക്കെ കഴിച്ച് ഫ്രോക്കിലൊക്കെ പലതും ആക്കിയിട്ടോ. അപ്പോൾ അതവിടെ കഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഉമ്മൻ്റെ മൈലാഞ്ചിയൊക്കെ കേട്ടോ ഞാൻ ചെറിയ രീതിയിലൊക്കെ ഒപ്പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ പോയിട്ട് ഫുഡൊക്കെ കൊണ്ടുവന്നു കേട്ടോ. അതപ്പോൾ നമ്മൾ കുറച്ച് പേര് ഞാനും ഉമ്മയും ഉപ്പയും തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ റൈസ് തന്നെ ഉള്ളൂ കേട്ടോ. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മളെ ചാനലിൻ്റെ ഒക്കെ ഈദ് മുബാറക്ക് കിട്ടും. അപ്പോൾ പള്ളിക്ക് കഴിഞ്ഞ് എല്ലാവരും വന്നു. പിന്നെ നമ്മളെ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്ന് പോയിട്ട് കുറേ പേരൊക്കെ വന്ന് പോയി. കാരണം നമ്മളെ വീട് ഇവിടെ പള്ളീൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ ഉമ്മാൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും വന്നിട്ട് പള്ളി കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ടാണ് വരിക. അപ്പോൾ എല്ലാവരും വന്നിട്ട് പോയിട്ടോ. അപ്പോൾ അവരുടെ കൂടെ കുഞ്ഞിരാക്കൻ്റെ കസിൻ്റെ കൂടെ അസിമോള് പോയിട്ടോ. ഓളിപ്പോൾ ഇപ്രാവശ്യം കുഞ്ഞിരാക്കില്ല, വല്ലാത്ത മിസ്സിങ്ങൾ. കുഞ്ഞിരാക്കും ഇങ്ങനെ തന്നെ കേട്ടോ. കുഞ്ഞിരാക്ക ഫോൺ താഴെ വെച്ചിട്ടില്ല, വിളിച്ചോണ്ട് തന്നെ ഇരിക്കണം. അപ്പോൾ മക്കളൊക്കെ അവിടെ ഉണ്ട്. അപ്പം ചെറിയ ചെറിയ ക്ലിപ്സൊക്കെ എടുത്തിക്കണം. പിന്നെ മക്കളൊക്കെ വെച്ചിട്ട് തന്നെ ആയതുകൊണ്ട് ഒരുപാട് ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ചെറുതായിട്ട് മൈലാഞ്ചി കേട്ടിട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മൾ ഡ്രസ്സ് ഇട്ടോ. പിന്നെ എന്താണ് ഇപ്പോൾ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് പോകണം. ഇപ്പോൾ ഫുഡ് നമ്മൾ പുറത്തുനിന്ന് എത്തിക്കട്ടോ. കാരണം മോളെ ആവിടിക്കാനോ അതേപോലെ ഇഞ്ചക്ഷൻ വെക്കാനൊക്കെ പോകേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള ടൈം ഉണ്ടാവില്ല വിചാരിച്ചിട്ട് ഞാൻ രാവിലെ ചടപടയെ തിരക്കാവും വിചാരിച്ചിട്ട് ഫുഡ് ഓർഡർ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിനേക്ക് ഞാൻ കുറച്ച് ചിക്കൻ പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അത് കുഞ്ഞിട്ടേക്കില്ല, ആരൊക്കെ ഇല്ലാത്ത പോലെ ഇപ്രാവശ്യട്ടോ പെരുന്നാളിന്. ഏതായാലും നമ്മളെ റമദാൻ കഴിഞ്ഞു. പെരുന്നാളിപ്പോൾ ഉച്ച കഴിഞ്ഞ് പിന്നെ പെരുന്നാൾ കഴിഞ്ഞപ്പോൾ കുഞ്ഞിട്ടേക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് വല്ലാത്ത സംഭവങ്ങളായിട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ മക്കൾക്കും സുഖമില്ല. അപ്പോൾ ഏതായാലും ബാക്കി വിശേഷങ്ങളൊക്കെ പറ്റുന്നത്രയൊക്കെ എടുക്കട്ടോ. അപ്പോൾ ചിക്കനും കൂടെ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിനിടയിൽ ഞാൻ അത് വെച്ചിട്ട് മക്കളെ ഉറക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് ബേബീസിന്. അപ്പോൾ അവർ ഇന്ന് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അതിന് ബേബിക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അതിന് ബേബിയൊക്കെ നേരത്തെ എഴുന്നേറ്റ് കേട്ടോ. അപ്പോൾ അവരെ മൈലാഞ്ചി ഇതാട്ടോ ഉറങ്ങുന്ന സമയത്ത് പിടിച്ച് വെച്ചിട്ടതാട്ടോ. ഭയങ്കര ടാസ്ക് ആണ് കേട്ടോ. പിന്നെ എനിക്കൊരു ആഗ്രഹം കൊണ്ട് ഇട്ട് കൊടുത്തട്ടോ. പിന്നെ കുറേ പേരൊക്കെ പറയും ബേബീസിന് മൈലാഞ്ചി ഒന്നും ഇടാൻ പാടില്ല എന്നൊക്കെ പറയും കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഫസ്റ്റ് ടൈമിൽ അവർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏതായാലും. അപ്പോൾ അതിന് ബേബി ഇതാ കാനുലൊക്കെ ഫുൾ അയക്കാക്കിയിട്ടുണ്ട് കേട്ടോ. മുട്ടുത്തി നടക്കുന്നതുകൊണ്ട് തന്നെ ഒന്നായിട്ട് അയക്കായി കേട്ടോ. പിന്നെ അതിന് ബേബി ഉറങ്ങിയിട്ടോ. അന്നു ബേബിനെ ഞാൻ തൊട്ടിലിട്ടിട്ട് ആട്ടി കൊടുത്തു. അപ്പോൾ ഇതാ അന്നു ബേബിക്ക് കാലിൽ മാത്രമേ മൈലാഞ്ചി ഇട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. കയ്യിലിടാൻ ആൾ സമ്മതിച്ചില്ല. അപ്പോൾ ഏതായാലും അവർ ഉറങ്ങിയിട്ടോ. പിന്നെ ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് അവരെ ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുത്തിയിട്ടുണ്ട്. ടയർബൊക്കെ ഇട്ടിട്ട് ടയർബോൻ്റെ ഇടാനിപ്പോൾ ഭയങ്കര ടാസ്ക് കേട്ടോ. അവർ കാണുമ്പോഴത്തേനും പിടിച്ച് വലിക്കൂട്ട ആൾക്കാർ. പിന്നെ ഇങ്ങനെ പലത് പറഞ്ഞിട്ട് ശ്രദ്ധയൊക്കെ മാറ്റിയിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ കയ്യിലിരിക്കണ ഈ ഒരു ടോയ്സ് എൻ്റെ ഉപ്പ വരുമ്പോൾ അസിമോൾക്ക് മാത്രം കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ. അവർക്ക് വേണമെന്നുള്ളത് ഉപ്പാക്ക് ഓർമ്മയില്ലേനു കേട്ടോ. അപ്പോൾ വന്നപ്പം അസിമോളെ തൊടാൻ ഇവരയക്കുന്നില്ല കേട്ടോ. അത് അവർക്ക് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് അവരെന്നെ കയ്യിലാക്കി വയ്ക്കായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ ഉമ്മനായിട്ട് വരുമ്പോൾ പിന്നെ അതുപോലത്തെ രണ്ടെണ്ണം ഇവർക്ക് രണ്ടുപേർക്കും കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഏതായാലും ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ. രണ്ടുപേരും ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഈദ് ഫുഡൊക്കെ കഴിച്ച് പിന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട്. കാരണം കുഞ്ഞിടാക്കൊന്നും ഇല്ലാത്തല്ലേ. അപ്പോൾ ഇത്രയൊക്കെ എത്തുന്നുള്ളൂ. പിന്നെ നമ്മൾ ചെറുതായിട്ട് എളാമാൻ്റെ വീട്ടിലൊക്കെ ഞാനും താത്തി മക്കളും കൂടെ പോയിട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ഒരു വൈകുന്നേരം 5:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യത്തെ പെരുന്നാൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഒരുപാട് സെലിബ്രേഷനും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ ടാറ്റാ അസ്സലാമു അലൈക്കും ടേക്ക്